എന്ത് റൊണാൾഡോ മണ്ണാങ്കട്ട ഇന്റർനാഷണൽ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ പറയുന്നത്? എന്ത് മണ്ണാങ്കട്ട ഉണ്ടാക്കിയേ? യൂറോപ്പിൽ കളിക്കുന്നോണ്ട് ലുത്തിയാന, കുത്തിയാന, കാട്ടാന, കൊയ്യാന, ലക്സംബർഗ്, സർപ്പ്, സോപ്പ്, സിന്തോൾ പോലത്തെ ടീമോട് ഗോൾ അടിച്ചതാ. എന്തുണ്ടാക്കിയേ? എന്ത് പിണ്ണാക്ക് ഉണ്ടാക്കീന്? ഒന്ന് പറയറോ? 10-15 ടൂർണമെന്റ് കളിച്ച് ഒരു ബെസ്റ്റ് പ്ലെയർ അവാർഡില്ല, ഒരു മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ അവാർഡില്ല, വേൾഡ് കപ്പിൽ ഒരു ബെസ്റ്റ് പ്ലെയർ അവാർഡില്ല, യൂറോ കപ്പിൽ ഒരു ബെസ്റ്റ് പ്ലെയർ അവാർഡില്ല, നാഷൻസ് കപ്പിൽ ഒരു ബെസ്റ്റ് പ്ലെയർ അവാർഡില്ല, വേൾഡ് കപ്പിൽ നോക്കൌട്ട് സ്റ്റേജിൽ ഒരു ഗോൾ പോലും ഇല്ല, ബിഗ് ഗെയിം പ്ലെയർ പോലും. എന്തോന്ന് ബിഗ് ഗെയിം പ്ലെയർ? ഒരു ടോപ്പ് സ്കോറർ ഇല്ല വേൾഡ് കപ്പിൽ. എന്താ രാജ്യത്തിനുണ്ട് ഒന്ന് നേടിക്കൊടുത്ത്? ഒരു കപ്പ് ഓന് പുറത്തിരുന്നോണ്ട് ഒരു കപ്പ് കിട്ടിയിട്ടുണ്ട്. മെസ്സിന്റെ എല്ലാം സ്റ്റാറ്റസ് അറിയാം നമുക്ക്? രാജ്യത്തിന്റെ 8 ഫൈനലാ മൂപ്പര് കളിച്ചേ. 8 ഫൈനല്. മനസ്സിലായ? അതിൽ ആദ്യത്തെ 4 തോറ്റ് മൂപ്പര്. എപ്പോഴും ബെസ്റ്റ് പ്ലെയർ എല്ലാം മൂപ്പര ഏകദേശം മാച്ചിൽ. മനസ്സിലായില്ലേ? പിന്നെ 4 ജയിച്ചു. അപ്പൊ നിങ്ങൾ പറഞ്ഞു റിഗഡ്, റോബഡ്, ചഗഡ്, ബഗ്ഡ് എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു മെഴുകി നിങ്ങൾ. എത്ര ബെസ്റ്റ് പ്ലെയർ ഉണ്ട് അറിയോ? മെസ്സിന്റെ ഇന്റർനാഷണൽ കരിയറോട് മുട്ടാൻ പറ്റുന്ന കരിയർ ആയിരുന്നല്ലേ? ക്ലബ്ബ് കരിയറോട് മുട്ടാൻ പറ്റുന്ന കരിയർ ആയിരുന്നല്ലേ? നിങ്ങൾ ഇങ്ങനെ ഊണിലും ഉറക്കത്തിലും ന്യായം പറയുന്നല്ലാണ്ട് മെസ്സിന്റെ എല്ലാം ചാട്ടിനടിക്ക് വെക്കാനുണ്ടോ ഓന്? ശരിക്കും കണക്ക് നോക്കിയാൽ ഇവനിലൊക്കെ അടിച്ച് ഫാൻസ് ഇടാ. റൊണാൾഡോന്റെ നിലവാരമുള്ള ഫാൻസ് എല്ലാം സൈഡായി. ഇനിയിപ്പോ റൊണാൾഡോ ഒരു 2026 വേൾഡ് കപ്പ് അടിച്ചിട്ട് ബാലൻഡിയോറും ബെസ്റ്റ് പ്ലെയറെല്ലാം വാങ്ങുന്നതാണ് ഇവരെ സ്വപ്നം. അന്നെങ്കിൽ പോലും മെസ്സിന്റെ ലെവലിൽ എത്തൂല. പോർച്ചുഗലിൽ വേൾഡ് കപ്പ് അടിച്ചിട്ട് റോണോ ബാലൻഡിയോറും വാങ്ങി ബെസ്റ്റ് പ്ലെയറും ആയെങ്കിലും അതെല്ലാം അപ്പിയിട്ടാ സംഭവിക്കൂല, അത് വേറെ വിഷയം. എന്നാൽ പോലും ഓന് മെസ്സിനായിട്ടും ബെസ്റ്റ് ആവില്ല. പിന്നെ 2 ബാലൻഡിയോർ എടുക്കണ്ടേ, പിന്നെ 2 ഗോൾഡൻ ബൂട്ട് എടുക്കണ്ടേ, 5 പ്ലേ മേക്കർ അവിടെ എടുക്കണ്ടേ, 5-6 ട്രോഫി എടുക്കണ്ടേ? ഒരു വേൾഡ് കപ്പും ഇതും കിട്ടിയാൽ മതിയോ? കിട്ടിയാൽ തന്നെ എനിക്ക് ബെസ്റ്റ് പ്ലെയർ ആകാൻ പറ്റുമോ ടൂർണമെന്റിൽ? വലിയ ടീമോട് മുട്ടുമ്പോൾ എൻ്റെ കളി കാണുന്നില്ല, അനങ്ങാൻ പറ്റുന്നില്ല. ഏതെങ്കിലും കടിച്ച് പിള്ളേരോട് 4 ഗോൾ അടിച്ചിട്ട് അതിനെ തൂങ്ങാൻ കുറേ കടിച്ച് ഫാൻസും. ഭായി, നിങ്ങൾ റൊണാൾഡോ ഈ 38ാമത്തെ 40ാമത്തെ ലീഗിൽ പോയിട്ട് 1054 1064 റാങ്കുള്ള അൽക്കൂദ് കുബൂസ് പോലത്തെ ടീമിനോടൊന്നും ഗോൾ അടിച്ചാലേ മെസ്സി വേൾഡ് കപ്പ് നോക്കൌട്ട് സ്റ്റേജിൽ നെതർലാൻഡിനോടും ഫ്രാൻസിനോടും ക്രൊയേഷ്യയോടൊന്നും അടിച്ചതിൻ്റെ ഒന്നും 1000 ആലത്ത് വരില്ല. നിങ്ങൾക്കത് മതി, നിങ്ങളെ ആ നിലവാരത്തിന് അത് മതി. മനസ്സിലായില്ലേ? 5 വേൾഡ് കപ്പ് അടിച്ചിട്ട് നോക്കൌട്ട് സ്റ്റേജ് ഗോൾ പോലും ഇല്ലാത്തവന് പഞ്ചായത്ത് കളിയിൽ ഗോൾ അടിച്ചിട്ട് ആരോടാ നിങ്ങൾ ഈ പറയുന്നത്? ഇപ്പൊ കുറെ റൊണാൾഡോ ഫാൻസ് കരച്ചിലാ. രണ്ട് രീതിയിൽ, രണ്ട് തലത്തിൽ, രണ്ട് മോഡലിൽ കളിക്കുന്ന ആളെ കമ്പയർ ചെയ്യണമെന്ന്. കമ്പയർ ചെയ്യുന്ന സ്റ്റാറ്റസും റെക്കോർഡ്സും അവാർഡ്സും ട്രോഫീസ് ഒക്കെ വെച്ചിട്ട്, അല്ലാതെ അവർ മോഡൽ നോക്കിയിട്ടില്ല. മറഡോണയും പെലെയും ലോകം കമ്പയർ ചെയ്തിട്ടില്ല. അവർ ഒരുപോലെയാണ് കളിക്കുന്നത്. ഫെഡറർ, നദാൽ ടെന്നീസിൽ അവരെ കമ്പയർ ചെയ്തിട്ടില്ല. അവർ ഒരുപോലെയാണ് കളിക്കുന്നത്. സച്ചിന്, ലാറ ലോകം കമ്പയർ ചെയ്തിട്ടില്ലേ? ഒരുപോലെയാണ് കളി. എത്ര വ്യത്യാസമുണ്ട്? മുഹമ്മദ് അലിനും മൈക്ക് ടൈസനും പോലും ലോകം കമ്പയർ ചെയ്തിട്ടുണ്ട്, വേറെ വേറെ കാലഘട്ടത്തിൽ കളിച്ചവരെ വരെ. അതൊന്നും വിഷയമല്ല, കമ്പയർ ചെയ്യാം. കണക്കുകൊണ്ട് എത്താത്തപ്പോൾ നിങ്ങൾ ന്യായമൊന്നും പറയണ്ട. വേറെ വേറെ മോഡൽ കളിച്ചോട്ടെ. സിദാനും റൊണാൾഡീഞ്ഞോ കമ്പയർ ചെയ്തിട്ടില്ലേ? സ്റ്റാറ്റസ്, റെക്കോർഡ്സ്, അവാർഡ്സ്, ട്രോഫീസ് കൊണ്ട് മെസ്സിനോട് മുട്ടാൻ പറ്റുമോ? പിന്നെ എന്ത് മോഡൽ കളിച്ചാലും എന്താ, ഫുട്ബോളല്ലേ കളിക്കുന്നത്? അങ്ങനെ നമ്മളിപ്പോൾ വേറെ മോഡലല്ലേ കളിക്കുന്നത്? സിആറിന്റെ ലെവലിലേക്ക് എത്തുമോ? മോഡൽ വേറെ എന്ന് പറഞ്ഞിട്ട് കമ്പയർ ചെയ്തിട്ട് എത്താത്തപ്പോൾ വേറെ വേറെ മോഡൽ കളിക്കുന്നത്. എല്ലാവരും വേറെ വേറെ മോഡലിനെ ഒരുപോലെ കളിക്കുന്ന ഡിറ്റോ കോപ്പി ആയിട്ട് ആരും ഉണ്ടാവാറില്ല.